2000 മുതൽ ഇങ്ങോട്ട് ഇടതുപക്ഷം മാത്രം ഭരിച്ചിട്ടുള്ള ഒരു കോർപ്പറേഷനാണ്. മാലിന്യ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം കാണാൻ ഇപ്പോഴും കഴിയുന്നില്ല. ഈ പറഞ്ഞ പരിഹാരങ്ങൾ പ്രായോഗികമാണോ? ഇവിടെ സ്വാഭാവികമായിട്ട് ഈ പ്രദേശം മുഴുക്കെ മാലിന്യം കൊണ്ട് നിറഞ്ഞ് ഈ പ്രദേശത്തെ ആളുകൾക്ക് താമസിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ധാരണയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അത് പൂർണ്ണമായും മാറ്റിയെടുക്കാതെ നമ്മുടെ നഗരം മുഴുവൻ കുഴിച്ച് ഇപ്പോൾ ഈ KSUDPയുടെ സ്കീം എന്ന നിലയിൽ സിവറേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാനിൻ്റെ ഭാഗമായി ഏകദേശം നെല്ലുമുക്ക് വരെ എത്തുമ്പോൾ ഇനി നെല്ലുമുക്ക് കഴിഞ്ഞ് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആ പ്രദേശത്തുള്ള ജനങ്ങൾ പൊതുവെ എല്ലാവരും ചേർന്നൊരുമിച്ച് നിൽക്കും. പൈപ്പ് ഇട്ടിരിക്കുന്നത് നെല്ലിമുക്ക് വരെയാണ്. നെല്ലിമുക്ക് വരെയാണ്. നെല്ലിമുക്കിനപ്പുറത്തേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. കോടികൾ ഇപ്പോൾ മണ്ണിനടിയിൽ കിടക്കാം. അപ്പോൾ ഇപ്പോഴും ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. കൊല്ലത്ത് യാത്ര ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുമുണ്ട്. കൊല്ലം റോഡിൻ്റെ നടുക്കെല്ലാം കുഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ ആ പ്രദേശവാസികളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് അവർക്കൊരു ശാസ്ത്രീയമായി ഇത് നിർവഹിക്കാൻ കഴിയും. യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. കാരണം ഇത് മറ്റു പല സ്ഥലങ്ങളിലും മറ്റു പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ സംസ്കരിക്കുന്നുണ്ട്. മാലിന്യ സംസ്കരണം കൊണ്ട് ആ പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടില്ല എന്നുള്ള തരത്തിൽ അവരെ പൂർണ്ണമായും ഒരുമിച്ച് ചർച്ച ചെയ്ത് അവരൊരു ബോധമുണ്ടാക്കിയാൽ അത് മാറ്റാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങ് ഏറെക്കാലമായി ഈ കൊല്ലം നഗരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനം കൂടിയാണ്. കൊല്ലത്തെ ഈ പ്രശ്നങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഈ മാലിന്യ പ്രശ്നത്തിന് അങ്ങയുടെ ചിന്തയിൽ എന്ത് പരിഹാരമാണുള്ളത്? 54 വാർഡുകളിലെ മാലിന്യങ്ങൾ 55ാമത് വാർഡായ കുരീപ്പുഴ വാർഡിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ആ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. അപ്പോൾ ആദ്യം അങ്ങനെ തീരുമാനം എടുത്തത് തന്നെ തെറ്റായിപ്പോയി. ഇപ്പോൾ ആ ജനങ്ങളവിടെ അനുഭവിക്കുന്ന ദുരിതത്തിന് കൈയും കണക്കുമില്ല. അതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ വളരെയേറെ നഷ്ടങ്ങൾ ഇനി സംഭവിക്കും. ഈ കുഴിച്ചുമൂടിയ പൈപ്പെല്ലാം വേസ്റ്റ് ആവത്തേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഉറവിട മാലിന്യ സംസ്കരണം എവിടെ ഉണ്ടാവുന്നു അവിടെ തന്നെ മാലിന്യം സംസ്കരിക്കുന്ന ഒരു വലിയ പദ്ധതി ഇട്ടുകൊണ്ട് വേണം ഇനി മുന്നോട്ട് പോകാൻ. പിന്നെ ഇത് എങ്ങനെയും അവിടെ തന്നെ കൊണ്ട് എത്തിക്കും. ഈ ജനങ്ങൾ അവിടെയുള്ള ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എല്ലാം ചെയ്ത് നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ആവിഷ്കരിച്ചതിൻ്റെ പേരിൽ കൊല്ലം നഗരസഭ ചെലവിട്ട 2 കോടിയോളം രൂപ പാഴായി എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കുരീപ്പുഴയിലെ ഈ മാലിന്യ പ്രശ്നം നേരത്തെ സംസാരിച്ച മുൻ മേയർ ശ്രീമതി ഹണി ബെഞ്ചമിൻ അവരുമായി സംസാരിച്ചപ്പോൾ അതിൻ്റെ പിന്നിൽ നിൽക്കുന്നത് BJP ആണ്. അതിൽ ചില രാഷ്ട്രീയങ്ങളുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എങ്ങനെ പ്രതികരിക്കുന്നു? കുരീപ്പുഴ മാമൂട്ടിക്കടവിൽ നടക്കുന്ന ആ സമരം BJPയുടെ സമരമല്ല. അത് അവിടുത്തെ പ്രദേശവാസികളുടേതായിട്ടുള്ള ഒരു സമരമാണ്. അതൊരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. ശുദ്ധവായു ശ്വസിക്കുന്നതിനും ശുദ്ധജലം ലഭിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മാമൂട്ടിക്കടവിലെ ജനങ്ങൾ സമരത്തിന് തയ്യാറായപ്പോൾ ആ സമരരംഗത്തേക്ക് അവർ BJPയുടെ നേതാക്കളായിട്ടുള്ള ആളുകളെ ആ സമരരംഗത്തിൻ്റെ മുമ്പിൽ നിർത്തി എന്നുള്ളതാണ് സത്യം. അതൊരു വിശ്വാസ്യതയുടെ പ്രശ്നമാണ്. കാരണം ഇത്തരം സമരങ്ങളിൽ അവർ കണ്ടിട്ടുള്ളത് ഒരു വിശ്വാസ്യമല്ലാത്ത നേതൃത്വത്തെയാണ്. ഇവിടെ കാലങ്ങളായിട്ട് ഭരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അധികാരങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന വീഴ്ചകളാണ്. അത് ഈ പദ്ധതിയിൽ മാത്രമല്ല, ശാസ്ത്രീയമായിട്ടുള്ള പഠനമോ വേണ്ടത്ര ഗ്രഹപാഠമോ ഇല്ലാതെ ചെയ്തിട്ടുള്ള എല്ലാ പദ്ധതികൾക്കും സംഭവിച്ചതാണ് ഈ മാലിന്യ പ്രശ്നത്തിൽ കൊല്ലത്തും സംഭവിച്ചിരിക്കുന്നത്. മേയറുടെ സംസാരത്തിൽ തന്നെ പറഞ്ഞു, നല്ല ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ചെയ്ത പദ്ധതികൾ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുടെ കഥകളിലേക്ക് പോകുന്നു. ഇതിന് ഉത്തരവാദികളാരാ? ഇത് ഈ സാധാരണ ജനങ്ങൾക്ക് അതറിയാം. തീർച്ചയായും ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ പോലും പല പദ്ധതികളും പാളിപ്പോകുന്ന ഒരു സാഹചര്യം കേരളത്തിലുടനീളം ഉള്ളതാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് കൊല്ലം നഗരസഭയുമായി ബന്ധപ്പെട്ട് ഈ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. ഏത് പ്രശ്നമെടുത്താലും ആരംഭശൂരത്വം മാത്രം ആയി അവശേഷിക്കുന്ന കാര്യങ്ങളാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ തന്നെ ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതിയുടെ കാര്യം പറഞ്ഞു. അതും ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. റെസിഡൻസ് അസോസിയേഷനെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള മാലിന്യ സംസ്കരണ പദ്ധതിയെ അവരെ വിശ്വാസത്തിലെടുത്ത് അതിനെ ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഇത്തരത്തിൽ ഏതാണ്ട് 18-18.5 ഏക്കറോളം ഭൂമി അവിടെ വെറുതെ കിടക്കുന്നതും അവിടെ ഒരു സമരം ഉണ്ടാകുന്നതും. പുരോഗമന കലാസാഹിത്യ സംഘം ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? പുരോഗമന കലാസാഹിത്യ സംഘത്തിന് സുവ്യക്തമായ കാഴ്ചപ്പാട് ഈ കാര്യങ്ങളിലുണ്ട്. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പ്രയോറിറ്റിയിൽ 1-ാം സ്ഥാനം ആരോഗ്യം, 2 അടിസ്ഥാന വികസനം, 3 ഇൻകം ജനറേറ്റിംഗ്. ഇതാണ് അന്തർദേശീയ തലത്തിലുള്ള കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്.
വികസനം നഗരാസൂത്രണമാണെന്നുള്ള നിലയിലാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത് കൈകാര്യം ചെയ്തത്. അത് ഇന്ത്യൻ നഗരാസൂത്രണ പ്രക്രിയയുടെ ഒരു പോരായ്മയാണ്. ഈ കുരീപ്പുഴയിൽ സംഭവിച്ചത് ഇവിടുത്തെ കോർപ്പറേഷന് പറ്റിയൊരു പെശകല്ല, ഇന്ത്യയിലെ മാലിന്യ സംസ്കരണ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ദീർഘവീക്ഷണമില്ലായ്മയുടെ പ്രതിഫലനമാണ്. ഇതെല്ലാം അനുകരണങ്ങളാണ്. ഇത് ഒരു സമയത്ത് ഉണ്ടായ ആരുടെയെങ്കിലും ഒരു ബുദ്ധിശാലയിൽ ഉടലെടുത്ത ഒരു സംഭവമല്ല. ഈ 55 വാർഡുകളിലെ അല്ലെങ്കിൽ 36 ഡിവിഷനിലെ മാലിന്യമെല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കോർപ്പറേഷനിലെ ഭരണാധികാരിയുടെ ബുദ്ധിശാലയിൽ ഉടലെടുത്തതല്ല. ഇന്ത്യയിൽ അന്നത്തെ കാലത്തെ മാലിന്യ സംസ്കരണ രീതി അതായിരുന്നു. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ അങ്ങനെയായിരുന്നു. ഞാൻ ഗുജറാത്തിൽ പോയത് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ പ്രശ്നത്തിൽ എന്താണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ കാഴ്ചപ്പാട്? നഗരാസൂത്രണത്തിൽ അടിസ്ഥാനപ്പെടുത്തിയല്ല ഇത് ചെയ്യുന്നത്. ഐക്യരാഷ്ട്ര സംഘടന വികസനം എന്താണ് നിർവചിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നമുക്ക് അവസരം ലഭിക്കുക, എല്ലാ ജനങ്ങൾക്കും അവസരം ലഭിക്കുക, അതുപോലെ അവർക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കാൻ സാധിക്കുക, അന്തസ്സായി ജീവിക്കാൻ സാധിക്കുക. ഇത് ചേരുന്നതാണ് വികസനം. അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കലാണ്. അതാണ് ഒരു കോർപ്പറേഷൻ ഭരണത്തിൻ്റെ മുഖ്യമായ കടമ. ആ നിലയിൽ എടുത്തു നോക്കിയാൽ അഷ്ടമുടി കായലിലെ മാലിന്യ പ്രശ്നം ആണ് ഇന്ന് കൊല്ലം നഗരം നേരിടുന്ന ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു പ്രശ്നം. 2, ഈ നഗരത്തിലെ മാലിന്യ പ്രശ്നമാണ്. ഇത് 2 കൂടെ ചേരുന്നതാണ് ഈ കുരീപ്പുഴയിലെ പ്രശ്നം. കുരീപ്പുഴയിലെ ജനങ്ങൾ ഉയർത്തുന്ന അവരുടെ ആവശ്യങ്ങളുടെ ഒപ്പം നിൽക്കുകയാണ് പുരോഗമന കലാസാഹിത്യ സംഘം. ഞങ്ങളുടെ അഭിപ്രായം അതാണ്. ഈ നാട്ടിലുള്ള മാലിന്യങ്ങളെല്ലാം കൂടെ ഒരു വാർഡിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് അവിടുത്തുള്ള ജനങ്ങൾക്ക് ജീവിക്കാനൊക്കാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ എതിരാണ്. കൊല്ലം വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ്, വളരെ പുരാതനമായ പാരമ്പര്യമുള്ള നഗരമാണ്. ഈ നഷ്ടപ്രതാപത്തിലേക്ക് നോക്കി മധുരസ്മരണകൾ അയവിറക്കാൻ മാത്രമേ ഇന്ന് കൊല്ലം നിവാസികൾക്ക് സാഹചര്യമുള്ളൂ. എങ്ങനെ ഇത് വന്നുപെട്ടു? ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ നടത്തിപ്പാണോ ഇതിൻ്റെ ഒരു കാരണം? ഇപ്പോൾ 16ാമത്തെ വർഷമാണ് കോർപ്പറേഷനായിട്ട്. ഏകദേശം 2 തവണയായിട്ട് 6ാമത്തെ മേയറാണ്. അപ്പോൾ ഈ 6ാമത്തെ മേയർ ഉൾപ്പെടെ എല്ലാവരുടെയും ഇവിടുത്തെ ആശയം കൊല്ലം ക്ലീൻ സിറ്റി എന്ന് എല്ലാ മീറ്റിങ്ങുകളിലും ഞാൻ ഉൾപ്പെടെ കേട്ടിട്ടുള്ളതാണ്. ഒരു ക്ലീൻ സിറ്റി ആക്കാൻ കൊല്ലം സാധിച്ചിട്ടില്ല. 1. 2, അഷ്ടമുടി കായലിലെ മാലിന്യം മാറ്റുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടായി. ആരും അതിന് മുൻകൈ എടുത്തിട്ടില്ല. ഇപ്പോൾ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് സ്മാർട്ട് കേരള 2016 സംഘടിപ്പിച്ച ചർച്ചയിൽ തിരുവനന്തപുരം മേയർ പറഞ്ഞ ഒരു അഭിപ്രായമുണ്ട്. 100 വാർഡുകളാണ് അവിടെ ഉള്ളത്. 100 വാർഡിലും മാലിന്യ സംസ്കരണത്തിന്, നേരത്തെ പറഞ്ഞ ഉറവിട മാലിന്യ സംസ്കരണ പരിപാടി പ്ലാന്റ് 100 വാർഡിലും സ്ഥാപിക്കുക. അപ്പോൾ ആർക്കും പരാതിയില്ല. ഇപ്പോൾ ഇവിടെ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ 54 വാർഡുകളിലെ മാലിന്യം 55ാമത്തെ വാർഡിൽ കൊണ്ട് നിക്ഷേപിക്കുന്നത് സംബന്ധിച്ചാണ് ഇത്രയും വലിയ എതിർപ്പ്. അപ്പോൾ ഇത്രയും വലിയ മാലിന്യ കൂമ്പാരം വരില്ല. അപ്പോൾ അത്തരത്തിലൊരു നിർദ്ദേശം തിരുവനന്തപുരം മേയറുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് എങ്ങനെയാണ്? നല്ല നിർദ്ദേശമായിരിക്കും 55 വാർഡുകളിലും ഇത്തരത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച്. അത് നല്ല സജഷനാണ്. പക്ഷേ ഈ കുരീപ്പുഴ മാലിന്യ പ്ലാന്റിന് ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ സഹകരിച്ചു. കാര്യം അവിടെ കുറേ കാലം ഞാൻ ഇവിടെ പോയി. സത്യം പറയാൻ മൂക്കുപൊത്തിയാണ് ആ അയലത്തുള്ള ആ ജനങ്ങൾ വസിക്കുന്നത്. അവർക്കൊരു സംഘടന ഉണ്ടാക്കി, അവർക്കൊരു ബലം ഉണ്ടാക്കിക്കൊടുത്ത് അന്ന് BJPയിലെ കുറേ ശക്തരായ ആൾക്കാരായിരുന്നു. അത് നല്ലവണ്ണം എനിക്ക് ബോധ്യമുണ്ട്. പക്ഷെ അവരൊക്കെ കരയുകയായിരുന്നു. തൻ്റെ മകളെ കെട്ടാനായിട്ട് ആരെങ്കിലും വരാൻ പറ്റാത്ത ഒരവസ്ഥ. ആ വസ്തു ആർക്കും വേണ്ട, അവിടെ താമസിക്കാൻ വയ്യ, കുടിവെള്ളമില്ല. ഇതൊക്കെ ഈ ഭരണാധികാരികൾ കാലാകാലങ്ങളായി അവിടെ കൊണ്ട് ഡംപ് ചെയ്യുന്ന, ഓരോ ദിവസവും ഡംപ് ചെയ്യുമ്പോൾ ഇവർ പറയുന്നത് ഇവിടെ ഇത്രേ ഇടുന്നുള്ളൂ, ഇനി ഞങ്ങൾ വേസ്റ്റ് ഇടുന്നില്ല, ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉടനെ കൊണ്ടുവരുന്നു. ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ ഗുണം എന്താണ്? സത്യം പറയാം, 2 കോടി രൂപ ഇറ്റ് ഈസ് എ വേസ്റ്റ്. അതിനകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ സാധനം അവിടെ അവർ ഇത് ശരിയാക്കി എടുക്കുമ്പോഴത്തേക്ക് പൊടി അവിടെ പടക്കുകയാണ്. ആ പരിസരവാസികൾക്ക് താമസിക്കാൻ വയ്യാത്ത ഒരു ഘട്ടം. ഇതൊക്കെ അവരങ്ങ് അനുഭവിച്ച് തീർക്കുകയാണ്. അവിടെ മനുഷ്യരുണ്ടെന്ന് പോലും ഈ ഇന്നത്തെ ഈ നമ്മളെ ഭരിക്കുന്ന ആളുകൾ, നേതാക്കന്മാർ മനസ്സിലാക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ കുരീപ്പുഴ ചണ്ടിലിപ്പോൾ അവിടെ വലിയ കൂമ്പാരമുണ്ടെങ്കിൽ തന്നെയും മറ്റ് കൊല്ലം പട്ടണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ കുരീപ്പുഴ ചണ്ടിലിപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഉദാഹരണത്തിന് ഇവിടെ നമ്മുടെ കൻ്റോൺമെൻറ്റ് മൈതാനത്തിൽ ഈ അടുത്ത സമയത്ത് നമ്മുടെ SN കോളേജ് ഗ്രൗണ്ടിൽ ആർ ശങ്കറിൻ്റെ പ്രതിമ സ്ഥാപിക്കുന്ന സന്ദർഭത്തിൽ അത് ഉദ്ഘാടനം ചെയ്യാൻ നരേന്ദ്രമോദി വന്നപ്പോൾ അതിന് പ്രത്യേകമായി ജനങ്ങൾക്ക് പ്രവേശിക്കാനൊരു ഗേറ്റ് ഇടണം. അത് നമ്മുടെ കൻ്റോൺമെൻറ്റ് മൈതാനത്ത് SN കോളേജിൻ്റെ മതിൽ പൊട്ടിച്ച് അവിടെ ഗേറ്റ് ഇടാൻ ആദ്യം നിർദ്ദേശം തന്നു പോലീസ്. ആ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ
അതിൻ്റെ തൊട്ടപ്പുറത്ത് വലിയ കൂമ്പാരമായി മല പോലെ ചണ്ടി കിടക്കുകയാണ്. അത് ഞങ്ങൾ അന്നേരം അത് കാണുന്നത്. ആ ചണ്ടി മുഴുവൻ അവിടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ പുറത്ത് മണ്ണിട്ടിരിക്കുകയാണ്. മണ്ണിട്ട് അത് ഞങ്ങൾ തോണ്ടി അത് മാറ്റാൻ വേണ്ടി തോണ്ടിയപ്പോൾ ഈ പ്രദേശം മുഴുവനും ഭയങ്കര നാറ്റം കൊണ്ട് സഹിക്കാൻ ആളെല്ലാം മൂക്കുപൊത്തി ഓടുക. അപ്പോൾ ഇത് അവിടെ കൊണ്ടുപോയി ഈ മൈതാനത്ത് കുഴിച്ചിട്ടിരിക്കുകയാണ്. ഇത് പല ഭാഗത്തും ചെയ്തിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതാത് വാർഡുകളിൽ വികേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ചണ്ടി സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടാകുന്നത് ഇത് ഏറ്റവും നല്ലതായിരിക്കും. അതാണ് ചെയ്യേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഈ കുരീപ്പുഴ ചണ്ടി ഡിപ്പോയിൽ കൊണ്ടുപോയി കരമാലിന്യം തള്ളുന്നതിനാണല്ലോ ഇവിടെ പ്രശ്നം. ഈ ആശുപത്രികളിലെ മനുഷ്യൻ്റെ മലം ഡയറക്റ്റായിട്ട് ദശാബ്ദങ്ങളായിട്ട് ഈ നമ്മളെ ഈ പ്രകൃതിയിൽ ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന ഈ അഷ്ടമുടിക്കായലിലേക്ക് ഡയറക്റ്റ് തള്ളുന്നു. വാട്ട് ഹാവ് യു ഡൺ? പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് 50 ലക്ഷം രൂപ വരെ ജില്ലാ പഞ്ചായത്തിന് കൊടുത്ത് 2 വർഷമായി ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടാക്കാൻ. അവരുണ്ടാക്കാനായിട്ട് സ്ഥലവും കണ്ടുപിടിച്ചു. നത്തിങ് ഹാസ് ബീൻ ഡൺ സോ ഫാർ. അപ്പോൾ ഇങ്ങനെയുള്ള അനാസ്ഥകളാണ്. ആരോട് പറയാനാണ് നമ്മൾ? ഞാൻ കുരീപ്പുഴയിലെ താമസക്കാരനാണ്. ഒരു സമയത്ത് ഈ കുരീപ്പുഴ ചണ്ടിഡിപ്പോയുടെ സമരരംഗത്ത് വളരെ സജീവമായിട്ട് നിന്ന ആളുമാണ്. ഈ കൊല്ലത്തുള്ള മുഴുവൻ കറവുശാലകളിലെ മാലിന്യം ഉൾപ്പെടെ ആശുപത്രികളിലെ വേസ്റ്റ് ഉൾപ്പെടെ കൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ സാഹചര്യങ്ങൾക്കെതിരെ അവിടുത്തെ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. അന്ന് ഈ മാലിന്യ സംസ്കരണം അവിടെ ഈ മാലിന്യം കൊണ്ടിരുന്നതിൽ അവിടുത്തെ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയതാണ്. അല്ലാതെ ഹണി ബെഞ്ചമിൻ പറഞ്ഞതുപോലെ അതിൻ്റെ ഉദ്ഘാടന വേളയിലൊന്നും പ്രതികരിച്ചതല്ല. അന്ന് സമരം ചെയ്തതിൻ്റെ ഫലമായി അറവുശാല മാലിന്യങ്ങൾ അവിടെ കൊണ്ടുവന്നില്ല. പിന്നീട് ആശുപത്രി വേസ്റ്റ്, ഹോസ്പിറ്റൽ വേസ്റ്റ് അവിടെ വന്നപ്പം അതിനെതിരെയും, കാരണം ഈ ഇഞ്ചക്ഷൻ വെക്കുന്ന സൂചികളും കാര്യങ്ങളും ഒക്കെ. മുൻ മേയറുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം, ഈ 3.5 ഏക്കർ സ്ഥലത്ത് നേരത്തെ മാലിന്യം സംസ്കരിച്ചിരുന്നു. ആ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളുടെ കക്കൂസ് മാലിന്യം അടക്കം അവിടെ സംസ്കരിച്ചിരുന്നു. അന്നും അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ 15 ഏക്കർ കൂടി വാങ്ങി കൂട്ടിച്ചേർത്ത് 18.5 ഏക്കർ ആക്കിയത്. അപ്പോൾ ഇപ്പോൾ ഈ നടക്കുന്ന സമരത്തിന് പിന്നിൽ ചില ഗൂഢാലോചനകളുണ്ട്. ഇവിടുത്തെ ചില വ്യവസായികളാണ് ഇതിന് പിന്നിൽ, ഇതിന് പണം മുടക്കുന്നവർ എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് അവർ ഉന്നയിച്ചത്. അത് അത്തരത്തിൽ സമരം ചെയ്ത് ശീലിച്ച ആൾക്കാരുടെ പ്രസ്താവനകളാണ്. അതിൽ അവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു മനസ്സറിവില്ല. കാരണം അവിടുത്തെ ജനങ്ങൾ ആരുടെയും പൈസ വാങ്ങിച്ചിട്ട് സമരം ചെയ്യുന്നവരല്ല. മുമ്പേ ബഹുമാനപ്പെട്ട എം സുനിൽജി സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ ജനങ്ങൾ സമരം ചെയ്യുന്നത് അവർക്ക് ശുദ്ധവായുവും ശുദ്ധജലവും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അവർ പകലന്തിയോളം പണിയെടുത്ത് വീട്ടിൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ശുദ്ധവായു ശ്വസിച്ച് അവിടുത്തെ കുഞ്ഞുങ്ങളോടൊപ്പം ഉറങ്ങണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. അതോടൊപ്പം അങ്ങനെ നിന്നിരുന്ന ആ സ്ഥലത്ത് ഈ രീതിയിൽ മാലിന്യങ്ങൾ കാലാകാലങ്ങളായി കൊണ്ടിട്ട് അവിടെ മലകളായി മാറിയപ്പോൾ ഈ മാലിന്യ മലയ്ക്കെതിരെ സമരം ചെയ്ത ജനങ്ങളാണ്. ഈ ഇത്രയും പ്രദേശത്തെ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഒരിടത്ത് സംസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് വിവിധങ്ങളായിട്ടുള്ള കൊല്ലം കോർപ്പറേഷൻ്റെ ജനവാസം കുറഞ്ഞിട്ടുള്ള ഏരിയകൾ ചൂണ്ടിക്കാണിച്ചിട്ട് ആ പ്രദേശങ്ങളിൽ നിങ്ങളത് സംസ്കരിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വലിയ മാലിന്യ ഭീഷണിയിൽ നിന്ന് നമ്മുടെ നഗരത്തെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും എന്ന് പലപ്പോഴായി ചൂണ്ടിക്കാണിച്ചപ്പോഴും ഇവിടുത്തെ ഭരണ സംവിധാനം അത്തരത്തിൽ ചിന്തിക്കാൻ തയ്യാറായിട്ടില്ല. അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുരീപ്പുഴ മേഖലയിൽ നിന്ന് പ്രതിനിധീകരിക്കുന്ന ഒരാളാണ്. കുരീപ്പുഴയിൽ ഇനിയൊരു ഡിപ്പോ സ്ഥാപിക്കുന്നതിനോ മറ്റൊന്നും അവിടുത്തെ ജനങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ അവിടെ സമരത്തിലായിരിക്കും. പക്ഷേ അവിടെ ഇപ്പം മേയർ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ പുതിയതായിട്ടൊരു പ്രോജക്റ്റ് കൊണ്ടുവന്ന് ജൈവ പച്ചക്കൃഷി നടത്തി ആ മേഖലയിൽ അതിൻ്റേതായ മാറ്റം വരുത്തി ഒരു ഓപ്പൺ ഫോറത്തിൽ അവിടുത്തെ പ്രദേശവാസികളുമായി ചർച്ച ചെയ്യപ്പെട്ട് പൂർണ്ണമായ ഉറപ്പോടുകൂടി മാലിന്യ നിർമ്മാർജ്ജനം അവിടെ നടത്തുവാൻ മറ്റെന്തെങ്കിലും ഭേദഗതികൾ കൊണ്ടുവരികയാണെങ്കിൽ അവിടെ അത് മറ്റ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ കൊണ്ടുവരുന്ന ഏതൊരു പ്രോജക്റ്റിനെയും സ്വാഗതം ചെയ്യാനും അവിടുത്തെ പ്രദേശവാസികൾ എന്നുള്ളത് തയ്യാറാണ്.